നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നല്ല സാമ്പാറിന്റെ മണം. നമ്മുടെ വീട്ടിൽ നിന്ന് സാമ്പാർ വെച്ചില്ലായിരുന്നല്ലോ. ഇതൊരു ബ്രേക്ക് മനുഷ്യനെ കൊല്ലാനാണോ വളർത്താനാണോ? നീ ഇങ്ങനെ മോൻ തിരിഞ്ഞിരിക്കാതെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ഇറങ്ങ. അമ്മാവൻ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? ആ എന്ത് കള്ളത്തനും? അത് ഈ അമ്പലത്തിന്റെ നടയെ വെച്ചാ. കള്ളത്തരം കാണിക്കുന്നവർക്ക് എവിടെയാണെങ്കിലും കാണിക്കാം. എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിന്റെ കാര്യം എന്താ? സത്യം പറ. അന്ന് വീട്ടിൽ നടന്നതുപോലെ ഏതോ പെണ്ണിനോടോ കുടുംബക്കാരോടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ? അയ്യേ, എനിക്ക് വേറെ പണിയില്ലേ? ഞാനെന്തിനാ നിനക്ക് വേണ്ടി സംസാരിച്ചു ആൾക്കാരുടെ മുന്നിൽ നാണം കിടന്നേ? അപ്പൊ പെണ്ണ് കാണലൊന്നും അല്ല. അല്ല. ഉറപ്പാണല്ലോ. ഓ, നീ വിശ്വസിക്കണെങ്കിൽ വിശ്വസിക്ക്. അല്ല ഞാനിപ്പോ എന്ത് പറയാനാ? അതെ മോനെ, മോനെ ഹരി, ഇവിടുത്തെ തിരുമേനി ഉണ്ടല്ലോ, അജകേമനായിട്ടുള്ള ഒരാളാ. കല്യാണ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാ ഞാൻ അയാളെ ഒന്ന് കാണാൻ വന്നിരിക്കുന്നത്. അല്ല, മോളുടെ കാര്യങ്ങൾ അറിയാൻ നിനക്ക് താല്പര്യമില്ലേ? എന്നാ അങ്ങോട്ട് ഇറങ്ങ്. ഇവര് തലയിലോട്ടത് കേറുന്നില്ലേ? കുട്ടൂസ് വണ്ടിയായി പോയി. മോളുടെ കാര്യമാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോ മോളുടെ കാര്യമല്ല അച്ഛന്റെ കാര്യമാണെന്ന് എന്നോട് പറയാൻ നിൽക്കരുത്. അതെ, മോളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു ഒന്ന് കേൾക്ക്. മോൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാ അത് മിണ്ടാതെ ഉരിയാടാതെ അതുകൊണ്ട് ചെയ്യുക. ഈ പൂജാരി നടയിൽ കിടന്ന് തുള്ളാൻ പറഞ്ഞാലോ? തുള്ളണം. മോക്ക് വേണ്ടിട്ടാണെങ്കിൽ കുറച്ച് തുള്ളിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെന്തോ ഒരു ദേഷ്യമാടാ നിനക്ക്. പണ്ട് നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. പണ്ടത്തെ നമ്മളൊക്കെ ചത്ത് മണ്ണടിഞ്ഞില്ലേ? ഇപ്പൊ നമ്മള് പുതിയതല്ലേ? എടാ, നീ അതിതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ അങ്ങോട്ടൊന്ന് വന്നേ. അമ്മേ, നീ എന്തോ ഈ നോക്കുന്നേ? ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ നോക്കണ്ടേ? എന്തിന്? നിന്റെ ഒരു കാര്യം. നീ ഇങ്ങോട്ട് വന്നേ ദേവി. അമ്മ എന്തീ പറയുന്നേ? ശമ്പളം അഡ്വാൻസ് ചോദിക്കണ്ടാന്നോ? പിന്നെ എവിടുന്നാ നമ്മുടെ കയ്യിൽ കാശ്? കുറച്ച് കാശ് എന്റെ കയ്യിലുണ്ട്. തൽക്കാലം ഇത് വെച്ച് കാര്യങ്ങൾ ചെയ്യാം. അമ്മയ്ക്ക് എവിടുന്ന ഈ പൈസ? അതൊക്കെ കിട്ടി. കുറച്ച് പണം തന്നു വിട്ടിട്ടുണ്ട്. മാമിന്റെ അടുത്ത് തരാൻ പറഞ്ഞു. അതിവിടുത്തെ ഒരു ജോലിക്കാരിയുടെ ശമ്പളമാണ്.
നല്ല സാമ്പാറിന്റെ മണം. നമ്മുടെ വീട്ടിൽ നിന്ന് സാമ്പാർ വെച്ചില്ലായിരുന്നല്ലോ. അത് ഞാൻ സുധയുടെ വീട്ടിൽ ചെന്നപ്പോ അവര് നിർബന്ധിച്ച് 2 ഇഡ്ഡലി കഴിപ്പിച്ചു. ഇതാണോ ഇപ്പൊ ചോദിക്കാനുള്ള ആനക്കാര്യം? ഈ പണം എവിടുന്ന? ഇതാരാ തന്നത്? ഇതും സുധ തന്നെ. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അവൾക്കിത് കുറി വീണ് കിട്ടിയതാ. അവൾക്ക് അത്യാവശ്യമല്ല, വേണമെങ്കിൽ കൈ വെച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് വാങ്ങി വെച്ചു. അത് ഇപ്പൊ ഇത്രയും പ്രശ്നമായോ? ഇതൊരു പുതുമയാണല്ലോ. സുധേച്ചിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ നിന്നുള്ള പണയേൽപ്പിക്കലൊക്കെ. അമ്മേ, മര്യാദയ്ക്ക് സത്യം പറ. എന്നാ പിന്നെ സത്യം പറയിക്കാൻ എന്റെ കൈ കൊണ്ടുപോയി തിളച്ച എണ്ണയിൽ മുക്കിയെടുക്കാം. ഒരു കാര്യം പറഞ്ഞ അങ്ങ് മനസ്സിലാക്കിയ പോരെ? നീ വന്നേ, നമുക്ക് എന്തായാലും അകത്ത് പോയി തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് പോവാം. അമ്പലത്തിലെ വരവ്, സുധേച്ചിയുടെ വീട്ടിൽ പോക്ക്, എല്ലാം കൂടി അങ്ങ് ചേരുന്നില്ല കേട്ടോ. ഞാനും നീയും തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ, അത് മതി. വാ. നടയിൽ കൈ കൂപ്പി നിൽക്കേ, ദോഷം വരുത്താൻ. തിരുമേനി, ഇതെന്റെ മകനാ. അതെ, ഇവന്റെ കൈ ഒന്ന് നോക്കിയിട്ട് ഇവന്റെ കുട്ടിയുടെ ഭാവി ഒന്ന് പറയണം. അതെങ്ങനെ എന്റെ കൈ നോക്കിയിട്ട് കുട്ടിയുടെ ഭാവി പറയുന്നത്? അതെ, വലിയവർക്ക് ഭാവി ഉണ്ടായാലല്ലേ കുട്ടികൾക്ക് ഭാവി ഉണ്ടാവൂ. നീ കൈ ഒന്ന് കാണിച്ചു കൊടുക്ക. ദുരിതങ്ങൾ ഒരുപാട് താണ്ടി യാത്ര ചെയ്തു അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.